ഇന്ന് നിർത്തിക്കോണം നിന്റെ രാഷ്ട്രീയം. അതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? ദാസുമോനൊരു കയ്യബദ്ധം പറ്റിന്ന് വെച്ച് നീ ജാഥയും കൂട്ടി സ്റ്റേഷന് മുമ്പിൽ പോയി സിന്ദാബാദ് വിളിക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നാട്ടുകാരത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ. ഇത് നല്ല കൂത്ത്. നിങ്ങൾ ഇത് എന്തൊരു വർത്താന മനുഷ്യനെ പറയുന്നത്? ഡ്രൈവർ എത്ത കാര്യം അവൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴല്ലേ അറിയുന്നുള്ളൂ. ആ അതെ, ഞാൻ അവിടെ ചെന്നില്ലായിരുന്നേ കാണായിരുന്നു. അളിയൻ ചമ്മല് കാരണം ഈ വിവരം നമ്മളോട് പോലും പറയത്തില്ലായിരുന്നു. ഓ ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെ വൈകുണ്ഠത്തേക്ക് ഞാൻ അങ്ങ് വിളി. എന്റെ ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. ആ മക്കളെ, അമ്മച്ചിയുടെ പഴയ മനസ്സില് ഒരു നല്ല ബുദ്ധി തോന്നുന്നുണ്ട്. രക്ഷപ്പെടാൻ ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ പത്മനാഭൻ സർക്കിളിനെ വിശ്വസിക്കാവല്ലോ. വിശ്വാസക്കേട് കാണിച്ചാ അവന്റെ കൈയും കാലും വെട്ടി ഞാൻ. പപ്പനാവൻ ഒറ്റയ്ക്ക് പോകണ്ട, അവനെ സഹായിക്കാൻ നമ്മുടെ 3-4 പേരോടെ പോട്ടെ. വേണ്ട ഈ ആക്രമണത്തിനും കള്ളക്കടത്തിനും പിന്നിൽ ബോംബെ അധോലോകത്തിന് സംശയാതീതമായ പങ്കുണ്ടെന്ന് ഞങ്ങളുടെ കൊളാപാലേഖൻ പ്രദീപ് ചൗധരി അറിയിക്കുന്നു. പ്രസ്തുത സംഭവത്തിൽ കാശ്മീർ തീവ്രവാദികൾക്കുള്ള പങ്കിനെ കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാൻ നിവർത്തില്ലെന്ന് ഒരു ഉന്നത പോലീസ് വാർത്താവ് അറിയിച്ചു. ചേടാ, അതിന് എന്നെ തെറി വിളിക്കുന്നതിനാ? ആ കമ്മീഷണർ ഇത്ര മണ്ടനായി പോയല്ലോ എന്നാ. തൊണ്ടിയും കളഞ്ഞ് പ്രതിയും പോയി. ബാക്കിയുള്ളവൻ രാവിളക്കോളം കാർ ഓടിച്ചത് മാത്രം വെച്ച. ചന്ദ്രദാസ് മണ്ടനാണെങ്കിലും അയാളുടെ അമ്മായിയപ്പൻ അങ്ങനെയല്ല. കിളവൻ ഇത്തവണ നമ്മളെ തോപ്പിച്ചോളൂ. അങ്ങനെ അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ പറ്റുമോ? സംശയം എന്താ? ആ റിപ്പോർട്ട് വായിച്ചാൽ അറിഞ്ഞൂടെ? ഒരു ടിപ്പിക്കൽ കേളു റൈറ്റർ സ്റ്റൈൽ. ഇലയും മുള്ളും കേടില്ലാതെ അയാളുടെ പോക്കറ്റിൽ.